വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ചൂട് മൂലം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത കുറവാണെന്ന് പെസോ. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. തൃശൂരിലെ വെടിക്കെട്ട് അപകടമുണ്ടായ സ്ഥലത്ത് പെസോ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സ്ഫോടക വസ്തുക്കൾ, കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകൾ എന്നിവയുടെ ഉൽപ്പാദനം, സംഭരണം, ഗതാഗതം, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്ന സർക്കാർ ഏജൻസിയാണ് പെസോ. വ്യവസായങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പെസോ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ കാരണം തേടുന്ന ഒരു സമയം കൂടിയാണ്. ചൂട് മൂലമാകാം എന്ന ഒരു സൂചനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമോ മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ വെടിക്കോപ്പുകൾക്ക് തീപിടിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്നതിലാണ് അന്വേഷണം. എന്തായാലും ചൂട് മൂലം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധനയുണ്ട്. നിലവിൽ ഈ വെടിക്കെട്ട് അപകടമുണ്ടായ സ്ഥലത്ത് പെസോ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ, കംപ്രസ്ഡ് ഗ്യാസ് എന്നിവയുടെ ഉൽപ്പാദനം, സംഭരണം, ഗതാഗതം, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്ന സർക്കാർ ഏജൻസി കൂടിയാണ് പെസോ. നിലവിൽ പെസോ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പ്രാഥമിക അന്വേഷണം, പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ കുറെ കൂടി ആഴത്തിലുള്ള അന്വേഷണത്തിലേക്കും പരിശോധനയിലേക്കും പെസോ ഉദ്യോഗസ്ഥർക്ക് കടക്കേണ്ടതുണ്ട്. വ്യവസായങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ പെസോ സർട്ടിഫിക്കേഷൻ നിർബന്ധവുമാണ്. ഈ പെസോ സർട്ടിഫിക്കേഷനോട് കൂടിയാണോ അവിടെ മതിയായ സർട്ടിഫിക്കറ്റുകളോട് കൂടിയാണോ അല്ലെങ്കിൽ മതിയായ അനുമതികളോട് കൂടിയാണോ ലൈസൻസോട് കൂടിയാണോ ഈ പടക്ക നിർമ്മാണശാല അവിടെ പ്രവർത്തിച്ചിരുന്നതെന്ന കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. തൃശ്ശൂരിലെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ടപകടത്തിൻ്റെ കാരണം തേടുകയാണ്. അമിത ചൂടാകാം കാരണമെന്ന നിഗമനം മാത്രമായിരുന്നു ഈ സമയം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ അമിത ചൂട് കൊണ്ട് മാത്രം ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല എന്നാണ് പെസോ അധികൃതർ പറയുന്നത്. കാരണം ഈ കദീനയും ഗുണ്ടും ഉൾപ്പെടെയുള്ള ഉഗ്രശേഷിയുള്ള പടക്കങ്ങളിലൊക്കെ മരുന്ന് നിറച്ചതിന് ശേഷം സാധാരണഗതിയിൽ നല്ല ചൂട്, നല്ല വെയിലത്താണത് ഉണക്കാനിടാറ്. അപ്പോൾ അതിന് കാര്യമായ ചൂട് വേണ്ടതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അമിത ചൂട് കൊണ്ട് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത്. സാജിദ് അജ്മലുണ്ട്. സാജിദ്, ഈ പെസോ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയ ഒരു പ്രാഥമിക പരിശോധനയും അന്വേഷണവും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനം അനുസരിച്ചുള്ള നമുക്ക് ലഭ്യമായ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ ചൂട് കൊണ്ട് മാത്രം ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്നു. പിന്നെ മറ്റെന്ത് കാരണം? അതിലിപ്പോൾ എന്തെങ്കിലും സൂചനകൾ അവിടെ നിൽക്കുമ്പോൾ പങ്കുവെക്കാനുണ്ടോ സാജിദ്? രാവിലെ പെസോയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയുടെ നിഗമനം എന്ന് പറയുന്നത് ഈ അമിതമായ ചൂട് കൊണ്ട് മാത്രം ഇത്ര വലിയ ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അവരുടെ അനുമാനം ഏതെങ്കിലും തരത്തിലുള്ള ഈ ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും പ്രശ്നത്തിന്റെ ഒരു ആണ് പ്രധാന ഇലക്ട്രിക് സംബന്ധിച്ച് പരിശോധന നടത്തുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ നിരവധി പോസ്റ്റുകളുണ്ട്. അത് മിക്കതും പുതിയതായി സ്ഥാപിച്ച പോസ്റ്റുകളാണ്. ഈ വെടിപ്പുരയോട് ചേർന്ന് പോസ്റ്റുകൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് VTP 124/16 എന്ന പോസ്റ്റ് ഉണ്ട്. അതിന് അപ്പുറത്ത് മറ്റൊരു പോസ്റ്റ് ഉണ്ട്. അങ്ങനെ പുതിയ നിരവധി ദുഃഖകരമായ മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. മരണം 14 ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു അപ്ഡേറ്റ് കൂടി. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വരികയാണ്. 24 മണിക്കൂർ പിന്നിടുമ്പോൾ മരണം 14 ആയിരിക്കുന്നു എന്നുള്ളതാണ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പൂര ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ആയിരിക്കുന്നു. സിബി ജോസഫ് വിശദാംശങ്ങളുമായി. സിബി, ഈ 14ാമത്തെ മരണവും സ്ഥിരീകരിച്ചിരിക്കുന്നു. അതാരുടേതാണ്? കൃത്യമായ വിവരങ്ങളുണ്ടോ? വിശദാംശങ്ങൾ.